PP1 LKG Rensa. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോത്തങ്കോടുള്ള HP ആർട്സ് മ്യൂസിക് അക്കാഡമിയിലാണ്. അപ്പോൾ അവിടെ ഇന്നൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണ് മക്കളെയും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ SBI ബാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ചെറിയൊരു റോഡുണ്ട്. അതിന് 100 മീറ്റർ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരു 2 നില വീടിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ SP ആർട്സ് ആൻഡ് മ്യൂസിക് അക്കാഡമി വരുന്നത്. അപ്പം ഒരുപാട് കുട്ടികൾ സമയത്ത് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തവരും ഉണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം സമയം പറഞ്ഞത് 9:30ക്കാണ് പറഞ്ഞത്. 9:30ക്ക് എല്ലാവരും എത്തണം. 10 മണിക്കാണ് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും അവർ നമുക്ക് ആ SBയുടെ തന്നെ ഒരു കിറ്റൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡ്രോയിങ്ങിൻ്റെയും കളറിങ്ങിൻ്റെയും കുറച്ച് സാധനങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ട്രോഫീസ് ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. 3 കാറ്റഗറി ആയിട്ടാണ് അവിടുത്തെ മത്സരം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ അവിടെ ഓൾറെഡി ട്രോഫീസ് എല്ലാം ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പം പാരൻസ് എല്ലാവരും ഇപ്പോൾ അവിടെ നിൽക്കുവാണ്. കുറേ കുട്ടികൾ ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ പാരൻസാണ് കൂടുതലും അവിടെ തന്നെ നിൽക്കുന്നത്. കാര്യം മക്കൾ ഇരിക്കുമോ ഇല്ലേന്നൊന്നും അറിയാതെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര്. അപ്പോൾ എല്ലാവരും ഇറങ്ങുമ്പോഴൊക്കെ കുറച്ച് കരയുകയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അറിഞ്ഞുകൂടാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ പിങ്കിയും ജാനിക്കുട്ടിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഒരു ഒറ്റയാണെന്നുള്ളൊരു പേടി അവർക്കില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും കംഫർട്ടബിളായിരുന്നു. രണ്ടുപേരും അവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായി ഓൾ ദ ബെസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇറങ്ങണം. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് പോകണം. 10 മണിക്കാണ് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി നമ്മളവിടെ ഒരു കടയുണ്ട്. കടയുടെ അവിടെ ഇരിക്കുവാണ്.
വികാരങ്ങളെയും പ്രകടിപ്പിക്കുന്ന ഒരു മനോഹര വേദി കൂടിയാണ്. ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ അവരുടെ കഴിവുകൾ ഇവിടെ വരയിലൂടെയും കുറിയിലൂടെയും അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വേദിയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനായി ശ്രീ ഗുരുപ്രിയൻ അവർകളെയും ആദിത്യ അവർകളെയും ക്ഷണിക്കുന്നു. ഇവർ രണ്ടുപേരും സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 2 അംഗങ്ങളാണ്. സർ പ്ലീസ് കം. നമസ്കാരം. കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ കവർ ചെയ്തിരിക്കുന്നവരാണെങ്കിലും UP വിഭാഗത്തിൽ ആഘോഷങ്ങളെ പറ്റി വരച്ചിരിക്കുന്നതാണെങ്കിലും പലപ്പോഴും ഈ പ്രൈസ് മണി കിട്ടുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് സമ്മാനം കിട്ടാനുള്ള എല്ലാ യോഗ്യതയുള്ള ചിത്രങ്ങളിലൂടെ ഉണ്ട്. നിലവിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന വിജയികളെ ഇപ്പോൾ പ്രഖ്യാപിക്കാം. ആദ്യത്തെ കാറ്റഗറി ഫസ്റ്റ് പ്രൈസ് ഇന്യാദേവ്. സെക്കൻഡ് പ്രൈസ് ശ്രേയാൻവി. തേർഡ് പ്രൈസ് നീലിമ. സെക്കൻഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് അന്ന സജിൻ. സെക്കൻഡ് പ്രൈസ് ജി അനന്തഗോപൻ. തേർഡ് പ്രൈസ് ആരോൺ എസ് ദാസ്. തേർഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് നില എസ് ശരത്. സെക്കൻഡ് നിൽസ ബിനു. തേർഡ് പ്രൈസ് നികേത് എസ് സരിത്. ഫോർത്ത് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് അബ്ന ഫാത്തിമ. സെക്കൻഡ് പ്രൈസ് മുഹമ്മദ് ഇൽസാൻ. തേർഡ് പ്രൈസ് അലീന പി. ഇത്രയാണ് ഇന്ന് വിജയിച്ചിരിക്കുന്നത്. വിജയിച്ച എല്ലാവർക്കും ആശംസകൾ. മറ്റുള്ളവർക്കും ഇതൊരു പ്രോത്സാഹനമായി തന്നെ എടുക്കാം. എല്ലാം നല്ല ചിത്രങ്ങളാണ്. എന്നിരുന്നാലും നിങ്ങൾ ഇതിനെ കുറേ കൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഇവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമായി ഇതിനെ വിനിയോഗിക്കേണ്ടതാണ്. എല്ലാവർക്കും ആശംസകൾ. കാറ്റഗറി 1 ഫസ്റ്റ് പ്രൈസ്, അതിന്റെ ക്യാഷ് പ്രൈസും ട്രോഫിയും നമുക്ക് നൽകിയിരിക്കുന്നത് കടലാസ് നോട്ട്ബുക്ക് ആൻഡ് സ്റ്റേഷനറി ചന്ദവിള. ഫസ്റ്റ് പ്രൈസ് ഇനയ ദേവ്. ഇനയ ദേവ്. Clap children. Second prize ശ്രേയൻവി. അവൾ LKG പഠിക്കുന്നതാണ്. ശ്രേയൻവി. Thank you, Father. Category 2, Anna Sajid. Ananda Gopan. Aaron S. Das. Thank you, sir. Father. Nikhil. Second prize. Nilsa Binu. Nilsa Binu. Second prize, Nilsa Binu. Third prize, Nikita S. Sarit. Nikha Fatima. ₹1000 ക്യാഷ് പ്രൈസ് അവാർഡ് നൽകുകയാണ്. അലീന പി. തേർഡ് പ്രൈസ് അലീന.
കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു. നമ്മളെ ശ്രേയാനി പിങ്കിക്കുട്ടിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. പിന്നെ ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. 2000 രൂപയാണ് ക്യാഷ് പ്രൈസ്. ശ്രീനിക എവിടെയാണ്? സങ്കടം. ഇവിടെ അങ്ങനെ നമ്മുടെ പിങ്കിക്കുട്ടിയുടെ സന്തോഷം പങ്കിടാനും നമ്മളെ ജാനിക്കുട്ടിയുടെ സങ്കടം മാറ്റാനും ഒക്കെ നമ്മൾ നേരെ തക്കാരത്തോട്ട് വന്നിട്ടുണ്ട്. തക്കാരത്ത് വന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇന്ന് ഫ്ലൈറ്റിൽ നിന്നാവട്ടെ ഭക്ഷണമെന്ന് കരുതി. അത് നമ്മൾ ഉച്ച സമയമാണ്, നല്ല വിശപ്പുമായിട്ടുണ്ട്, മക്കളും എല്ലാം കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി നേരെ തക്കാരത്തോട്ട് വിട്ട് നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ജാനിക്കുട്ടിക്ക് ചെറിയ സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം പ്രോഗ്രാം കോമ്പറ്റീഷൻ ഒരു 11 മണി 11:30 വരെ ആയിരുന്നു കോമ്പറ്റീഷൻ. അതിനുശേഷം വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്താണ് മക്കളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ജാനിയൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ താഴെയായിരുന്നു, നമ്മൾ താഴെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മൈക്കിൽ. മുകളിലായിരുന്നു പാട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം നമ്മൾ ഫുഡ് നമ്മൾ മന്തി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മന്തിയൊക്കെ കഴിച്ച് അപ്പോഴും ജാനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.